ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു യാത്ര പോകുന്നത് ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടില്ലേ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ്. അവിടത്തേക്ക് പിന്നെ ഇവരെ ഒരു ഫ്രണ്ടുണ്ട്, പ്രേമാട്ടിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഓറ് വിളിച്ചിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ നമ്മൾ വരുന്നത് KSRTC ബസ്സിലാണ്. കണ്ണൂരിൽ നിന്ന് ബസ് കയറി ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ റൂമെടുത്ത് റൂമിൽ നിന്ന് ക്ലീനായി പോയിട്ട് ഭക്ഷണം കഴിക്കലാണ്. രാവിലെ തന്നെ ഇവരെല്ലാം മസാല ദോശയും വടയെല്ലാം വാങ്ങി. ഞാൻ വാങ്ങിയത് ഇടിയപ്പവും കടലക്കറിയുമാണ്. പിന്നെ ഇവിടെ കാണുന്നൊരു പ്രത്യേകത, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇല നമ്മളെടുത്ത് കൊണ്ടുപോയി കളയണമെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻ കവാടമാണ്. ഇത് കുറച്ച് മുല്ലപ്പൂവെല്ലാം വാങ്ങി ഞാൻ ചൂടി ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോക്കാണ്. ഇവിടെ ഇപ്പോൾ വള്ളസദ്യ നടക്കുന്ന വള്ളസദ്യ ആഘോഷങ്ങളാണ്. ഇപ്പോൾ അധികം ആഘോഷങ്ങൾ നടക്കുന്ന ഒരു അമ്പലവും കൂടിയാണിത്. ഇപ്പോൾ വള്ളസദ്യേൻ്റെ ആഘോഷം നടക്കുന്നു. നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയെല്ലാം ക്യൂ ആണ്. രാവിലെയെല്ലാം നല്ല തിരക്കാണ്. നമ്മൾ റൂമിന് ചോദിച്ചപ്പോൾ റൂമിനെല്ലാം ഫുൾ ആളാണ്. നമ്മളങ്ങോട്ടേക്ക് ഒരു റൂം നമുക്ക് കിട്ടി. അങ്ങനെ നമ്മളവിടെ നിന്നാണ് പിന്നെ കുളിച്ച് സെറ്റായിട്ട് നമ്മൾ പോയത്. നമ്മൾ കുറേ സമയം ക്യൂവിൽ നിന്നതിന് ശേഷമാണ് അങ്ങോട്ട് കയറിയത്. ഇത് കണ്ടോ, ഇതെല്ലാം ഇരിക്കുന്നത് വള്ളംകളി കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഓരോ വള്ളങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് വള്ളങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതിന് ഓരോ വള്ളത്തിന് പിന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തളികയിൽ ഇതെല്ലാം എടുത്തിട്ട് ആൾ ഇരിക്കുന്നുമുണ്ട്. ഓരോ സ്ഥലത്തുനിന്ന് ഓരോരു വെള്ളമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു പൂമാല ഒലിച്ച് വരുന്നുണ്ട്. ഒരു വെള്ളം വന്ന് ഇത് മത്സരം പോലെ അവർ വരുന്നത്. പാട്ടും പാടിക്കൊണ്ട് പിന്നെ ഇവരെ വഞ്ചിപ്പാട്ടും പാടിക്കൊണ്ടാണ് ഇവർ വരുന്നത്. നല്ല രസമാണ് കാണാൻ. ഒരുപാട് വള്ളങ്ങൾ, ഇതിപ്പോൾ ഒരു വെള്ളം വന്ന് വേറൊരു വെള്ളം വന്ന് അത് കണ്ട ഒരുപാട് വള്ളങ്ങൾ ഇങ്ങനെ വന്ന് നിരനിരയായി നിൽക്കും. അപ്പോഴത്തേക്ക് ഓരോരുത്തർ നല്ല മഴയും പെയ്തായി ഒരു ടൈമിൽ തന്നെ. അപ്പോഴത്തേക്ക് അവരെ സ്വീകരിക്കാൻ വേണ്ടി ഓരോരോ വള്ളക്കാരും ഉണ്ടാവും സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ഓരോരോ പേരിലാണ് ഈ വള്ളത്തിന് ഓരോ പേരുന്നുണ്ട്. ആ വള്ളത്തിൻ്റെ അവർ വരുമ്പോൾ ഓരോരുത്തർ സ്വീകരിക്കാനായിട്ട് വരും. വഞ്ചിപ്പാട്ടെല്ലാം പാടുന്നുണ്ട്. അവിടെ വന്നിട്ട് വഞ്ചിപ്പാട്ട് പാടലും പിന്നെ അങ്ങനെ പെരുമഴക്കാണ് അവിടെ വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. നല്ല രസമാണ് ഇതെല്ലാം കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒരു പെരുമഴക്കും അവരേക്കാളും വന്നിട്ട് ചെറിയ കുട്ടികളടക്കം നിന്നിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള അപ്പന്മാർ വരും, പ്രായഭേദമന്യേ എല്ലാവരും ഇതിലുണ്ട്. പിന്നെ നമ്മളെ ക്ഷണം ഇദ്ദേഹമാണ്. നമ്മളെ ക്ഷണം 3-ാം പ്രവേശന പാസ്. നമുക്ക് പിന്നെ പാസ്സൊന്നുമില്ല, ക്ഷണം സ്വീകരിച്ചെത്തിയതായതുകൊണ്ട് പാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് 1-ാം ട്രിപ്പിൽ തന്നെ നമ്മളെ കയറ്റി വിട്ട് നമുക്ക് ഇതിൽ പിന്നെ കയറിയിട്ട് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും നമുക്ക് പെർമിഷൻ തന്നിന്. ഇതെല്ലാം അടുത്ത സദ്യ വിഭവങ്ങൾ. ഇത് ഭഗവാൻ ആദ്യം വിളമ്പി വെക്കുന്നതാണ്. ആദ്യം ഭഗവാനെ വിളമ്പി വെച്ചത്. പിന്നെ അത് കണ്ട ഈ ഐറ്റങ്ങളെല്ലാം നമ്മളെ ഇടയിലും എല്ലാം നിരന്നിട്ടുണ്ടാകും. പിന്നെ 1-ാം ട്രിപ്പിൽ നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത് കൊണ്ട് ഇരുന്നില്ല. 2-ാമത്തെ ട്രിപ്പിലാണ് നമ്മൾ ഇരുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ വീഡിയോ എടുക്കലാണ്. ശരിക്ക് സദ്യ ആയിട്ട് നമുക്ക് ഓരോ വിഭവങ്ങൾ നെയ്യപ്പം മുതൽ പരിപ്പ് വട, നെയ്യപ്പം, പിന്നെ കരിമ്പ്, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, പിന്നെ വഴുതനങ്ങ, ഉപ്പേരി, അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇതിൻ്റെ അടുത്തൊരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ പോയതാണ് നമ്മൾ. ഈ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ തൊഴുത് കഴിഞ്ഞാൽ പൂർണ്ണതയാകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ആദ്യവും ഇവിടെ തന്നെ വന്നു. ഇവിടെയാണ് ശബരിമല അയ്യപ്പൻ്റെ തങ്കയങ്കി പിന്നെ സൂക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ തങ്കയങ്കിയും പിന്നെ വഹിച്ചുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ നിന്നാണ് പോകുന്നത്. ഇതുവഴിയാണ് ഘോഷയാത്ര പോക്ക് എന്നല്ല
ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞു തന്നു, ഇത് ആറന്മുള കണ്ണാടി. ഇത് ആറന്മുള കണ്ണാടീൻ്റെ പൈസ ചോദിച്ചിട്ട് വരുന്നതാണ് ഇവർ. 2500 രൂപയുള്ള സ്റ്റാർട്ടിങ്. പിന്നെ ഇവിടുത്തെ പിന്നെ ഒരു തുളസിമാലയും പിന്നെ ഈ ഒരു ഇതുമാണ് ഇവിടുത്തെ പിന്നെ ഒരു ഇതായിട്ട് കാണുന്നത്. ഭഗവാനെ ചാർത്താൻ വേണ്ടിയിട്ട് ഇതാണ് എല്ലാവരും വാങ്ങിയിട്ട് പോകുന്നത്. പിന്നെ വൈകുന്നേര സമയം നമ്മൾ കുറേ സമയം ഈ തീരത്ത് പോയിരുന്ന് കുറേ ഫോട്ടോയെല്ലാം എടുത്ത് കറങ്ങി. പിന്നെ വൈകുന്നേരം ആദ്യം അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ വൈകുന്നേരം ചുറ്റുവിളക്കെല്ലാം ചുറ്റുവിളക്കും പിന്നെ ഇതിൻ്റെ ഒരു ഇത് പിന്നെ നട തുറന്ന് അവിടെ ഓരോരോ പൂജകളെല്ലാം നടക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് മൊത്തം കറങ്ങി ഫോട്ടോ എല്ലാം എടുത്ത് അവിടെ നിന്ന് ആദ്യം പിന്നെ നമ്മൾ പിന്നെ വൈകുന്നേരം സന്ധ്യ സമയത്ത് ഒന്നും കൂടി നമ്മളെല്ലാവരും ഒന്ന് ചുറ്റിക്കറങ്ങി വന്ന് പിന്നെ അതിൻ്റെ ഇതെല്ലാം കണ്ട് പിന്നെ അതിൻ്റെ ഒരു ഘോഷയാത്ര അവിടെ നിന്ന് തന്നെ ഉള്ള ഒരു ഇതാണ്. ഇവിടെ സപ്താഹം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കും. പിന്നെ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാ ദിവസവും ഇവിടെ പൂജയുണ്ട്. എല്ലാം നിത്യപൂജയാണ്. പിന്നെ അങ്ങനെ വ്യാഴം ഞായർ അങ്ങനെ അതൊരു വിശേഷ ദിവസമാണ്. അങ്ങനെയുള്ളതെല്ലാം ഒരു മുരുകൻ എന്ന് പറഞ്ഞൊരു ഏട്ടനെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു തന്നെ. പിന്നെ ഇത്രയുമാണ് നമ്മുടെ ആറന്മുള വിശേഷം. എല്ലാവരും കാണണേ. ബായ്.